ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചിക്കൻ പെർലൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അമ്മ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുക്കളയിൽ ചെന്നിട്ടാകും നോക്കാം ഏത് പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ പിടിച്ചിങ്ങനെ ഫോണിലായിരുന്നു. അപ്പം ചിക്കൻ പെർലൻ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ അമ്മേ, ചിക്കൻ പെർലൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യമ്മേ? ചിക്കൻ പെരളന്റെ സാധനങ്ങളെല്ലാം ചിക്കൻ പെരണ്ട് പോയി. അയ്യോ, അടുപ്പേ കയറ്റിയോ? കേറ്റി. 10 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയാലും കൂട്ടാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പം ചതിച്ചു. പെർലനെല്ലാം അടുപ്പേ കയറിയോ? പെരളൻ അടുപ്പേ കേറി. ചേടാ മോനെ, ഇനി ഞാൻ എന്നെ ചെയ്യും? ഒരു കണ്ടന്റ് ഉണ്ടാക്കി 10 സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്ന് ഓർത്താ ചതിച്ചു. റെഡിയായ സാധനം ചേടാ, ഇതിന്റെ കൂട്ടൊക്കെ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ചതിച്ചു ഗൈസ്, ചതിച്ചു. വീഡിയോ എടുക്കാന്ന് ഓർത്ത് വന്നതാ, പക്ഷെ അത് ഇങ്ങനെയായി പോകുന്നു വിചാരിച്ചില്ല. എന്നാ പണിയാ അമ്മേ കാണിച്ചേ? എന്നാ പണിയാ കാണിച്ചേ? ചിക്കൻ പെരണ്ട് പോയി. ചിക്കൻ പെരണ്ട് പോയോ? ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇനിയിപ്പോ കോഴിയെ മേടിക്കണം. ഈ വേറെ കഴിക്കണം. ഇതന്നെ ഐറ്റം ചൊറിയണം തോരനോ? ചൊറിയണം തോരൻ തൊട്ടൊക്കെ ചൊറിഞ്ഞ് കൊണ്ടാരടങ്ങുമോ? നല്ലതാണോ? ഗുണമുള്ളതാണോ? എന്നാ ഗുണമല്ല, ഗുണമല്ല, ഹെൽത്തി ബെനിഫിറ്റ് കഴിക്കണം. നമ്മള് കാട്ടുവെള്ളം എല്ലാം കൂടെ വെച്ച് എനിക്ക് തരുമല്ലേ? ഇപ്പൊ വെള്ളം കഴിക്കേണ്ട കാട്ടുവെള്ളം കഴിക്കേണ്ട സമയമാണ്. ചൊറിയണം കഴിച്ച് എന്റെ തൊണ്ടയും വയറുമെല്ലാം പോവോ? ഇല്ല. ചിക്കനും പണി മൊത്തം പാളി കഴിച്ച്. അപ്പൊ ഇന്ന് ചിക്കൻ പെർലനും ചൊറിയണവും കൂടെ കൂട്ടിയുള്ള ഒരു സാധനമാണ് കഴിക്കാൻ പോകുന്നത്. എങ്ങനെ ഇരിക്കുന്നു? കഴിക്കുന്ന വീഡിയോ ഒന്നിട്ട് വെറുപ്പിക്കുന്നില്ല, എന്നാണ് പണി പാളി. നിങ്ങൾക്ക് എന്നേലും ചിക്കൻ പെർലൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്, പക്ഷെ പണി പാളി. ഇപ്പം അമ്മ അതിൻ്റെ അടുപ്പേ കയറ്റി. ഇനിയിപ്പം ചോറിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കഴിക്കാന്നേ ഉള്ളൂ, കഴിച്ച് കാണിക്കുന്നില്ല കേട്ടോ. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വളരെ വളരെ ശോകത്തിൽ ഓടുന്നതാണ്. ഓക്കെ ഗായ്സ്.